പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും യേശുവിനെ ആരാധിക്കാനും സൗഖ്യം പ്രാപിക്കാനും ദൈവകൃപ കൊണ്ട് നിറയാനൊക്കെയാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ ചേർന്നിരിക്കുന്നത്. എനിക്ക് വലിയ വിശ്വാസമുണ്ട്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് തൊടും. അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്, ഉറപ്പാണ്. കർത്താവിൻ്റെ മുറിവിലൂടെ സൗഖ്യത്തിൻ്റെ ഒരു പ്രവാഹം നടക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 53 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കടൽ കടന്ന് ഗനേസറത്തിൽ എത്തി. വഞ്ചി കരക്കടിപ്പിച്ചു. കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. വഞ്ചിയിൽ നിന്ന് കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അതായത് ജനം യേശുവിനെ തേടി നടക്കുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷകൾ ആ ദേശം മുഴുവന് വ്യാപിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, പിശാചുകൾ വിട്ടുപോകുന്നു, മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു. കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങൾ അവിടെ കണ്ണുകൾ കൊണ്ട് അവർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ യേശു എവിടെ ചെന്നാലും അവിടെ എല്ലാം ജനം ഓടിക്കൂടുവാൻ തുടങ്ങി. ജനം യേശുവിനെ തേടി നടക്കുകയാണ്. ജനം യേശുവിൻ്റെ പിന്നാലെയാണ്. കാരണം അവർ വിശ്വസിച്ചു, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇവൻ മാനവനാശയുടെ രക്ഷകനാണ്, ദൈവത്തെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കൂ. ജന്മനാ മുടന്തൻ നടക്കുന്നു, ജന്മനാ കാഴ്ചയില്ലാത്തവർ കാണുന്നു, ഇതൊക്കെ ദൈവത്തെ കൊണ്ടേ സാധിക്കും എന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ യേശു എവിടേക്ക് കടന്നിരുന്നു അവിടെ എല്ലാം ജനം യേശുവിൻ്റെ ചുറ്റും കൂടി യേശുവിനെ പുതിയ അവൻ്റെ അധരങ്ങളിലൂടെ വരുന്ന തിരുമൊഴികൾ കേൾക്കുവാൻ, അവനെ ഒന്ന് തൊട്ടുനോക്കുവാൻ, അവനെ ഒന്ന് കാണുവാൻ, അവൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ ജനം ചുറ്റും കൂടി, യേശുവിൻ്റെ ചുറ്റും കൂടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹം തന്നെയായ ദൈവം യേശു തൻ്റെ അടുക്കലേക്ക് വന്ന് എല്ലാവരെയും ആശ്വസിപ്പിച്ചു. രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ബന്ധിതർക്ക് വിടുതൽ കൊടുത്തു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചു. അടുത്ത വചനം പറയുന്നു, അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവർ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. യേശു ഇവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ നാനാ ദേശങ്ങളിൽ നിന്ന് കിടക്കകളിൽ കിടക്കുന്ന രോഗികൾ, അപ്പോൾ തളർന്നു കിടക്കുന്നവരാകാം, രോഗാവസ്ഥ കിടക്കുന്നവരൊക്കെ യേശുവിൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവരികയാണ്. അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ഈ രോഗി സൗഖ്യം പ്രാപിക്കുമെന്ന്. കഴിഞ്ഞ തൃശ്ശൂർ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിൽ വ്യത്യസ്തമായ രോഗത്താൽ കഷ്ടപ്പെടുന്ന അനേകരുണ്ടായിരുന്നു. അനേകം രോഗികളെ യേശു തൊട്ട് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. നമ്മളിത് കാണും. നടുവും ഡിസ്കും നട്ടലിനുമൊക്കെ തകർന്ന് തരിപ്പണമായവർ, വർഷങ്ങളായിട്ട് ബെൽറ്റ് ധരിക്കുന്നവർ, നടക്കാൻ പാടില്ലാത്തവരൊക്കെ കർത്താവ് ഓരോ നിമിഷങ്ങൾ കൊണ്ട് സുഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ ശക്തി, ആ ശക്തി കടന്നു വരുമ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലും സംഭവിക്കുകയാണ്. ഓരോ ധ്യാനങ്ങളിലും ഓരോ കൺവെൻഷനിലും കർത്താവ് ആയിരക്കണക്കിന് ബന്ധിതർക്ക് വിടുതലും രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുക. പല രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക പീഡയുണ്ട്. ആ തിന്മ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്നേക്കുമായിട്ട് ആ രോഗവും വിട്ടുമാറും. മർക്കോസ് 6:56 ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. നോക്കൂ, ഗ്രാമങ്ങളിലും
പട്ടണങ്ങളിലും എല്ലാം എവിടെ യേശു ചെന്നോ അവിടെയെല്ലാം രോഗികളെ കട്ടിലുകളിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കാം. എവിടെ ചെന്നാലും രോഗികളുടെ ഒരു പ്രളയത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. യേശു എവിടെ ചെന്നോ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ എല്ലായിടത്തും രോഗികളെയും കൊണ്ട് ജനം വന്നു. കാരണം അവർക്ക് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. ഓരോ രോഗിയും അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അവരെ എല്ലാം മറന്നുകൊണ്ട് പ്രതീക്ഷയോടെ, വലിയ പ്രത്യാശയോടെ അവർ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന രോഗികൾക്ക് അവൻ ആശ്വാസം കൊടുത്തു, സൗഖ്യം കൊടുത്തു, അവരെ ബലപ്പെടുത്തി പറഞ്ഞയക്കുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അവൻ്റെ അടുക്കലേക്ക് വന്ന ആരെയും അവൻ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടുവാനെങ്കിലും അവർ ആഗ്രഹിച്ചു. അവിടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി സൗഖ്യം കിട്ടുമെന്ന്. അവർ വിശ്വസിച്ചു. അവരുടെ ആഴമായ വിശ്വാസം അവരെ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. യേശുവിൻ്റെ വസ്ത്ര വിളിമ്പിൽ സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചുവെന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവർ അപേക്ഷിച്ചു, സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇത് വലിയ ഒരു ദൈവിക സത്യമാണ്, രഹസ്യമാണ്. അവൻ്റെ വസ്ത്ര വിളിമ്പിൽ എല്ലാവരും സൗഖ്യം പ്രാപിച്ചു. ഒരാൾ മാത്രമല്ല, ഏതൊക്കെ രോഗികൾ യേശുവിൻ്റെ വസ്ത്ര വിളിമ്പിൽ സ്പർശിച്ചോ, വസ്ത്രത്തിൽ തൊട്ടോ, അവർ സൗഖ്യം പ്രാപിച്ചു. കാരണം അവനിൽ നിന്ന് ശക്തി ഒഴുകി. അവൻ ഉപയോഗിച്ച വസ്ത്രത്തിൽ പോലും അത്ഭുത രോഗശാന്തിയുടെ ശക്തിയുടെ പ്രഭാവമായിരുന്നു. യേശു ഉപയോഗിച്ച ഇട്ടിരുന്ന വസ്ത്രത്തിലൂടെ ദൈവശക്തി ഒഴുകി. ദുഷ്ടാരൂപികൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അത്ഭുത രോഗശാന്തികൾ നടക്കുക. ലൂക്ക 6:19 ഇങ്ങനെ പറയുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു. രോഗികളെ സുഖപ്പെടുത്തുവാൻ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. അവനിൽ നിന്നൊഴുകിയ ആ അത്ഭുത ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ബൈബിളിൽ ഉടനീളം അത്ഭുത രോഗശാന്തിയെക്കുറിച്ച്, വിടുതലിനെക്കുറിച്ച് നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നിഷേധിച്ചാലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് സംഭവിക്കും. രോഗശാന്തികൾ യേശുവിന്റെ നാമത്തിൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ പിശാചുക്കൾ വിട്ടുപോകും. അസാധാരണമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ നടക്കും. അവൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ, മാറ്റമില്ലാത്തവൻ. നിന്റെ ജീവിതത്തെ മാറ്റും. ഉറപ്പാണ്, നിന്നെ തൊടും. നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. പിശാചിൻ്റെ ബന്ധനമടിയും, പാപദുശീലങ്ങൾ വിട്ടുമാറും. നീയും നിന്റെ കുടുംബവും തലമുറകളും വിടുതൽ പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ദൈവം കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്. യേശു നിങ്ങളെ തൊടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത്ഭുതമായ സൗഖ്യവും വിടുതലും ഒക്കെ കർത്താവ് നിങ്ങൾക്ക് തരും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഉറപ്പായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ വേദനകൾ, ദുഃഖപീഠകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കും. ഒരിക്കലും നിങ്ങളെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല. വചനം പറയുന്നുണ്ട്, എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ
എല്ലാ നന്മകളും ആത്മാവോടി നിങ്ങൾക്ക് നൽകുകയാണ്. വലിയ ഒരു വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക് ഈ ശുശ്രൂഷ നിങ്ങളെ നയിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വായിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വചനങ്ങൾ. യേശു തൻ്റെ അപ്പസ്തോലന്മാർക്കും വിശ്വാസികൾക്കും ഏൽപ്പിച്ചു കൊടുത്ത വലിയൊരു ദൗത്യമാണ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാവരോടും കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഓരോ വിശ്വാസിയുടെയും കടമയും ഉത്തരവാദിത്വമാണ് സുവിശേഷം ലോകത്തിന് കൊടുക്കുക എന്നുള്ളത്. യേശുവാണ് കർത്താവെന്നും അവൻ അനുഗ്രഹിക്കും, സൗഖ്യം നൽകും, രക്ഷിക്കും, പിശാചിൻ്റെ ബന്ധത്തെ വിടുവിക്കും, നിത്യജീവൻ നൽകും, അവൻ സമാധാനം നൽകും. ഇതെല്ലാം നമ്മൾ ലോകത്തോട് പറയേണ്ട കാര്യങ്ങളാണ്. യേശു ഇപ്രകാരം പറയുകയാണ്, 17-18 വചനങ്ങൾ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നിഷേധിച്ചത് കാര്യമല്ല, അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വചനം ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടയാളങ്ങൾ സമൂഹമധ്യത്തിൽ വെളിപ്പെടത്തക്ക വിധത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തിയിലൂടെ നടക്കുന്ന അടയാളങ്ങൾ എന്തായിരിക്കും? അതേക്കുറിച്ച് അടുത്ത വചനങ്ങളിൽ പറയുന്നു. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആദ്യത്തെ അടയാളമാണ്. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ്. പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അഭിഷേകം, അധികാരം കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകും. പിശാചിനെ ബഹിഷ്കരിക്കുക, ഒഴിവാക്കുക. പൈശാചിക സ്വാധീനമുള്ള വ്യക്തികളെ വിടുവിക്കാനുള്ള ആ ഒരു കൃപ കർത്താവ് കൊടുക്കും. അത് സമൂഹത്തിൽ അടയാളമായിട്ട് സംഭവിക്കും. പുതിയ ഭാഷകൾ സംസാരിക്കും. പുതിയ ഭാഷകൾ അവർ സംസാരിക്കും. അത് സമൂഹത്തിലുള്ള അടയാളമാണ്. അതായത് ഈ അടയാളങ്ങൾ സംഭവിക്കുന്ന, അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ മാതൃഭാഷ മാത്രമേ അറിയത്തുള്ളായിരിക്കാം. പക്ഷേ മറ്റു ഭാഷകൾ, വിവിധ ഭാഷകൾ അവർ സംസാരിക്കും. അപ്പസ്തോലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് തീനാവായിട്ട് അപ്പസ്തോലന്മാരവൻ ആവസിച്ചു. അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അപ്പസ്തോലപ്രവർത്തനം 2:4. വിവിധ ഭാഷകളിൽ അവർ സംസാരിച്ചുവെന്നാണ് പറയുന്നത്. ഡിഫറൻറ്റ് ലാംഗ്വേജസ്, വ്യത്യസ്തമായ ലാംഗ്വേജുകളിലെ ഭാഷകളിൽ അവർ സംസാരിച്ചു. ചില വിശുദ്ധന്മാർ, സെയിൻറ്റ് ആൻ്റണി, സെയിൻറ്റ് പാദ്രി പിയോ, വിൻസെൻ്റ് ഫെറർ, അങ്ങനെയുള്ള വിശുദ്ധർ മറ്റു ഭാഷകൾ, അവരേത് രാജ്യത്തിരുന്നോ ആ രാജ്യത്തെ ഭാഷകൾ അവർ സംസാരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് കൃപ കൊടുക്കുക. എവിടെ ചെന്നാലും അവിടുത്തെ ഭാഷ അവർ സംസാരിക്കും. അതൊരു വലിയ ഗിഫ്റ്റായിരുന്നു. വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഉണ്ടോ? ഇതൊരു അടയാളം. സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഈ സർപ്പം എന്ന് പറയുന്നത് ആദി മാതാപിതാക്കളെ പറ്റിച്ച ആ പുരാതന സർപ്പമാണ്. ആദി മാതാപിതാക്കളെ ചതിച്ച ആ പുരാതന സർപ്പം. വിശുദ്ധ ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അനേക തവണ സർപ്പം, സർപ്പം, സർപ്പൻറ്റ്, നമ്മുടെ മലയാളത്തിലൊക്കെ സർപ്പദോഷം എന്നൊക്കെ പറയും. ഈ അടുത്ത നാളിൽ ഞാൻ കാനഡയിൽ ഒരു ധ്യാനം നടക്കുന്ന അവസരം, ആളുകൾക്ക് വേണ്ടി പേഴ്സണായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ കണ്ണടച്ചൊരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു വിഷൻ കാണുകയാണ്. ആ വ്യക്തിയുടെ വയറിൻ്റെ ഭാഗം കൂട്ടി ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ഇരിക്കുന്നു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞില്ല. ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. പ്രത്യേകിച്ച് ജഡിക പാപത്തിൻ്റെ ആസക്തിയുടെയൊക്കെ അടിമത്തുള്ള ഒരു വ്യക്തി, കുറേ പ്രശ്നങ്ങൾപ്പെട്ട വ്യക്തിയാണ്.
കുമ്പസാരിച്ചൊരു വർഷങ്ങളായി. ഞാൻ ആ വ്യക്തിയായിട്ട് സംസാരിച്ചു, ആ ധ്യാനത്തിൽ നന്നായിട്ട് കുമ്പസാരിച്ചു. നല്ലൊരു ദൈവാനുഭവത്തിലേക്ക് ആ വ്യക്തി വന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി വിടുതലിന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. ആ മനുഷ്യൻ്റെ വയറിൻ്റെ ഭാഗത്ത് ചുറ്റിയിരുന്ന ആ പാമ്പ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഇങ്ങനെ അയഞ്ഞ് അതിങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു വിഷയം ഞാൻ കണ്ടു. ശരിക്കും പിശാചിൻ്റെ, സാത്താൻ്റെ, സർപ്പത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ വ്യക്തിക്ക്, പാപാസക്തി നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടി. മാനസാന്തരത്തിലേക്ക് വരികയാണ് ആ വ്യക്തി. അതൊരു ശക്തമായ ഒരു അടയാളമായിരുന്നു. അത് ആ വ്യക്തിക്ക് തന്നെ അറിയാം, എന്തോ ഇങ്ങനെ വയറ്റിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരു ഫീലിംഗ് ആ വ്യക്തിക്കുണ്ടായി. ഇവിടെ പറയാണ്, സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ സാത്താനെ ചവിട്ടിമെതിക്കും. അതായത് സർപ്പത്തിൻ്റെ തല നിങ്ങൾ തകർക്കും, പിശാചിനെ നിങ്ങൾ പരാജയപ്പെടുത്തുമെന്ന അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.